ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ ഒരു റബീഉൽ അവ്വലിൽ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്നേ ദിവസവും ഖസ്വാ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ ഖസ്വാ വെള്ളം കുടിച്ചില്ല, ഖസ്വാ ഭക്ഷണം കഴിച്ചില്ല. കരഞ്ഞു 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 മദീനയിൽ തന്നെ കിടന്ന് മദീനയിൽ വെച്ച് മരിച്ചുപോയി. ആ ഖസ്വാ എന്റെ ഒരു കുളമ്പായിരുന്നെങ്കിൽ നാളെ പരലോകത്ത് ഓടിച്ചെല്ലാൻ ഒരു ന്യായമുണ്ടായിരുന്നു. ആ മൃഗത്തിന്റെ ശരീരത്തിലെ ഒരു രോമമായിരുന്നെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമർന്നിരുന്നതിന്റെ മധുരമുണ്ടായിരുന്നു. ആ ഖസ്വാഇന്റെ നെറ്റിത്തടത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാടി രോമങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്. ആ ഖസ്വാഇന്റെ മുതുകിൽ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര തവണയാണ് ഇരുന്നത്, എത്ര വട്ടമാണ് യാത്ര ചെയ്തത്. ഖസ്വാഇന്റെ കാലുകളുടെ മൂല്യമുള്ള കാലുകളുണ്ടോ ഈ പ്രപഞ്ചത്തിൽ? പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തെ വഹിച്ച് അറബ് നാട്ടിലെ മാമലകളിലൂടെ, മലമുടക്കിലൂടെ, മണൽപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ മഹാനിയോഗമല്ലേ ആ ഒട്ടകത്തിന് കിട്ടിയത്? അതിന്റെ കാലിലെ ഒരു രോമമായിരുന്നെങ്കിൽ, അതിന്റെ ഒരു കുളമ്പായിരുന്നെങ്കിൽ നാളെ സ്വർഗത്തിലെത്താൻ ഒരു വഴിയായിരുന്നല്ലോ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുകയാണ്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ സുബ്ഹി നിസ്കരിച്ച സ്ഥലത്തൊരു പള്ളിയുണ്ട്. ഇന്ന് ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് അത് മനോഹരമായി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് സുബ്ഹി നിസ്കരിച്ച് കഴിയുമ്പോൾ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത്? അതേ സനിയത്തുൽ വദാ, അതിനപ്പുറത്താണ്. അവിടെ വെച്ചുകൊണ്ടാണ് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ, മദീനത്തെ ബനാത്തു ബനി നജ്ജാർ പാട്ടുപാടി മാടി വിളിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് കൊണ്ടുപോയി ഇരുത്തിയതൊരു തോട്ടത്തിലാണ്. അത് ഖുബാ പള്ളിയുടെ ചാരത്താണ്. അവിടെ പല നിർമ്മാണങ്ങളും നടന്നെങ്കിലും അവിടെ ഇപ്പോഴും കുറച്ച് ഈത്തപ്പനകളുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഞങ്ങളൊന്ന് എത്തി നോക്കിയപ്പോഴേക്ക് 1446 കൊല്ലം മുമ്പ് എന്റെയും നിങ്ങളുടെയും എല്ലാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്ന ഒരു ഓർമ്മയാണ്. അപ്പോൾ മദീനയിലുള്ളവരെല്ലാം വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് എന്റെ വീട്ടിലേക്ക് വരണം. എന്റെ വീട്ടിൽ നല്ല റിസപ്ഷൻ സൗകര്യമുണ്ട്, നല്ല കുളമുണ്ട്, വെള്ളമുള്ള കുളമുണ്ട്, കുളിക്കാൻ സൗകര്യമുണ്ട്, ആളുകൾ വന്നാൽ സ്വീകരിക്കാനുള്ള സ്ഥലമുണ്ട് നബിയെ. ഓരോരുത്തരും അവരുടെ വീട്ടിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖല്ലൂ സബീലഹാ, എന്റെ വാഹനത്തെ നിങ്ങൾ വിട്ടേക്കൂ. ഫഇന്നഹാ മഅമൂറ, ആ വാഹനത്തിനറിയാം എവിടെയാണ് നിർത്തേണ്ടത് എന്ന്. അങ്ങനെ ആ വാഹനം വന്ന് മുട്ടുകുത്തിയ സ്ഥലത്തു നിന്നുള്ള പള്ളിയാണ് മസ്ജിദ് ഖുബാ. ഖുബാ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ആ ഖുബാ പള്ളിയുടെ ഖുബയുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് മേലോട്ട് നോക്കൂ. അവിടെ 2 ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങളുടെ നേരെ താഴെ ഭൂമിയിലായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചു വന്ന ഒട്ടകം ഖസ്വാ മുട്ടുകുത്തിയത്, ഖസ്വാ എത്തിച്ചേർന്നത്. അവിടെയാണ് എന്റെയും നിങ്ങളുടെയും പുണ്യ നബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയത്, കുറച്ചു നാള് താമസിച്ചത്. പിന്നീട് അതേ ഒട്ടകം മുട്ടുകുത്തിയ മറ്റൊരു പോയിന്റിലാണ് മസ്ജിദുൻ നബവി നിൽക്കുന്നത്. ചരിത്രം പറയാനുള്ള നേരമല്ല. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ ഒരു റബീഉൽ അവ്വലിൽ ലോകത്തോട് വിട പറഞ്ഞു. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ ദിവസങ്ങളിൽ ഹിജ്റ പോകണം, അല്ലെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നൊരു സ്വപ്നം ഏറെക്കാലം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഏതായാലും ഒന്ന് പോകണം എന്ന് കരുതി ഞങ്ങൾ സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1446 കൊല്ലം മുമ്പ് എന്റെയും നിങ്ങളുടെയും കരളിന്റെ കാതലായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ തുടങ്ങിയത് സഫർ അവസാന ദിവസമാണ് മക്കയിൽ നിന്ന്. ഞങ്ങൾ സഫറിന്റെ അവസാന ദിവസം മക്കയിലെത്തി. എവിടുന്നായിരുന്നു ഹിജ്റ തുടങ്ങിയത്? ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന്. ആ വീട് എവിടെയാണ്? മറുവയിൽ നിന്ന് ഉംറയുടെയും മറ്റും സഈ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന ആ സ്ഥലത്തായിരുന്നു ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതായിരുന്നു? ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. ആ വീട് എവിടെയാണ്? ആ വീട് ഇന്നവിടെയില്ല. ആ വീടുണ്ടായിരുന്ന സ്ഥലത്താണ് അബ്റാജ് മക്ക എന്ന ബിൽഡിംഗ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആ ബിൽഡിംഗ് ഉള്ള സ്ഥലത്തേക്ക് നടന്നു. അതിന്റെ 4ാമത്തെ ഫ്ലോറിൽ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ്. മാഷാ അല്ലാഹ്, അതിന്റെ ഓർമ്മയായിരിക്കും അത്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ എങ്ങോട്ടാണ് വന്നത്? കഅബയിൽ നിന്ന് മീറ്ററുകൾ മാത്രം അകലമുള്ള ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. അതിന്ന് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗമാണ് ഹജ്വിറ എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങൾ അവിടേക്ക് വന്നു. അവിടെ നിന്നുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും കരളിന്റെ കാതലായ ജീവന്റെ മിടിപ്പായ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അടരുകളിലും അനുരാഗത്തെ അടയാളപ്പെടുത്തിയ അത്യുജ്വലമായ പ്രണയത്തിന്റെ പര്യായമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാണ് മക്കയോട് വിട പറഞ്ഞതല്ലയോ മക്ക. എന്റെ ജന്മനാട്ടിൽ നിന്ന് പോകാൻ പൂതിയുണ്ടായിട്ടല്ല, ഞാൻ ഇവിടെ നിന്ന് പോകാൻ നിർബന്ധിതനാണെന്ന് പറഞ്ഞ് ജന്മനാടിനോട് കണ്ണീരണിഞ്ഞ യാത്ര പറഞ്ഞ സ്ഥലമാണ് ഹസ്വിറ. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് എങ്ങോട്ടാ? ദർബുൽ അംബിയാ, അംബിയാക്കന്മാരുടെ സഞ്ചാര വഴിയിലേക്കാണ്. അംബിയാക്കന്മാരുടെ ട്രാക്ക് ഏതാണ്? അതേ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജന്നത്തുൽ മുഅല്ലയുടെ അടുത്തുകൂടി കടന്നു പോകുന്ന ശാരിഉ ഇബ്രാഹിമുൽ ഖലീൽ, ഇബ്രാഹിം നബിയുടെ പേരിലുള്ള റോഡുണ്ട്. ഇന്നത്തെ മക്കയിലെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് നിൽക്കുന്ന സ്ഥലം. അതിനിടയിലൂടെ കാര്യം, സംഘാടകര് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഒക്കെ ഭാഗത്ത് ബക്കറ്റുമായി സമീപിക്കും. എല്ലാവരും നല്ല സംഭാവനകൾ നൽകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സൽക്കർമ്മമായി അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ എങ്ങോട്ടാണ് യാത്ര ചെയ്തത്? അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പിന്നീട് കടന്നുപോയത് പരിശുദ്ധമായ മക്കയിൽ ഇന്നത്തെ അമാനത്തുൽ ആസിമത്തുൽ മുഖദ്ദസയിൽ നിന്ന് ജബൽ സൗറിന്റെ അടുക്കലേക്ക് 5.5 കിലോമീറ്റർ അകലെയുള്ള സൗർ പർവ്വതത്തിന്റെ താഴേക്കാണ് ഈ ഉലകത്തിൽ പതിഞ്ഞ ഏറ്റവും മാർദ്ദവമായ പാദങ്ങൾ ചലിച്ചു പോയത്. ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ സൗന്ദര്യം നടന്നു പോയത്, ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഔദാര്യം സഞ്ചരിച്ചു പോയത് ആ ജബൽ സൗറിന്റെ താഴേക്കാണ്. സാധുക്കളായ ഞങ്ങളും ആ വഴിയിലൂടെ കടന്നുപോയി ജബൽ സൗറിന്റെ താഴ്വരയിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, 1446 കൊല്ലം മുമ്പ് പ്രപഞ്ചത്തിന്റെ നാഥൻ ഉലകത്തിന്റെ വിജയത്തിന് വേണ്ടി നിയോഗിച്ച ഈ ലോകത്തിന്റെ മുഴുവനും കരുണയുടെ അരുണ പ്രഭാവമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്കായിരുന്നു നീങ്ങിയത്? അതേ അവിടെ നിന്ന് 730 മീറ്റർ ഉയരമുള്ള ജബൽ സൗറിന്റെ ഉന്നതിയിലേക്കാണ്. ചെരുപ്പ് പൊട്ടിയ ചെരുപ്പ് മണിഞ്ഞുകൊണ്ട്
കൊണ്ട് വേദനിക്കുന്ന പാദത്തോടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ എന്റെയും നിങ്ങളുടെയും എല്ലാമായ റസൂലുള്ളാഹ്. പടച്ചോനെ, പോരാ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ കടന്നുപോയത് അതേ ജബൽ സൗറിന്റെ മുകളിലേക്കാണ്. ഞങ്ങളും അതേ വഴിയിലൂടെ മെല്ലെ ഒരു വടിയും കുത്തി നടന്ന് കയറി അതിന്റെ മുകളിൽ ചെന്നപ്പോൾ കപ്പൽ കമഴ്ത്തി വെച്ചതുപോലെ ഒരു കവാടവും പിന്നിലൂടെ ഒരു ദ്വാരവുമുള്ള ഒരു കൊച്ചു ഗുഹയുടെ കവാടത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ 1446 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാമായ പുണ്യപ്രഭു ഇവിടെ നിന്നിട്ടുണ്ടേ. അസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി മൗലായ على حبيبك خير الخلق كلهم. ആ ഒരു വികാരത്തിന്റെ നിമിഷം നിങ്ങൾ ഓർക്കണം. ഞങ്ങൾ റബീഉൽ അവ്വലിന്റെ തലേന്ന് രാത്രിയിലാണ് അവിടെ എത്തിയത്. അതുപോലെ ഒരു റബീഉൽ അവ്വലിന്റെ തലേന്ന് രാത്രിയിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ കഴുത്ത് കൊയ്തെടുക്കാൻ ചട്ടം കെട്ടിയിറങ്ങിയ കവലച്ചട്ടമ്പികളായ അറബ് നാട്ടിലെ കിങ്കരന്മാരുടെ കണ്ണിൽ പെടാതെ പ്രിയപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരം പിടിച്ച് നടന്നു വന്ന വഴിയിലൂടെ ഒരു വിശ്വാസി അതേ നാളുകളിൽ റബീഉൽ അവ്വലിന്റെ തലേന്ന് പരിശുദ്ധമായ മക്കയിൽ ജബൽ സൗറിന്റെ മുകളിൽ സൗർ ഗുഹയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് ചരിത്രമാണ്, മിഥ്യയല്ല, മിത്തല്ല, സങ്കല്പമല്ല, ഏതോ ഒരു കഥാകൃത്തിന്റെ കാൽപ്പനിക വിചാരങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 നാളുകൾ ആ ഗുഹയിലായിരുന്നു കഴിഞ്ഞുകൂടിയത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ താമസിക്കാനാവണില്ല. അല്പം കഴിഞ്ഞപ്പോൾ റബീഉൽ അവ്വൽ 1 അറിയിക്കുന്ന ആകാശത്തേക്ക് പച്ച വെളിച്ചം ക്ലോക്ക് ടവറിൽ നിന്ന് വന്നു. ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി സന്തോഷിച്ചു. ഞങ്ങൾ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്തു. രാവിലെ വരെ അവിടെ കഴിഞ്ഞുകൂടിയിട്ട് താഴ്വാരത്തേക്ക് ഇറങ്ങി. 3 ദിവസം ആ താഴ്വാരത്ത് കഴിഞ്ഞുകൂടി. പ്രിയമുള്ളവരെ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയ വഴി ഏതാണ്? അതേ വാദി ഉസ്ഫാനിലൂടെയാണ് കടന്നുപോയത്. ഞങ്ങൾ 4-ാം ദിവസം വാദി ഉസ്ഫാനിലൂടെ ഞങ്ങളുടെ വാഹനത്തിൽ പോയി. കടന്നു പോകുമ്പോൾ മാനം മുട്ടുന്ന മലയും അതാ തിളച്ചുമറിയുന്ന മണൽപ്പരപ്പും മാത്രമുള്ള തീർത്തും വിജനമായ ഒരിടം. ഞങ്ങളെ കൊണ്ടുപോകുന്ന ഗൈഡുകളുണ്ട്. അതിൽ ഒരാൾ 100 പ്രാവശ്യം ആ വഴിയിലൂടെ പോയ ആളാണ്. അതിൽ മറ്റൊരാൾ ഏറെ പ്രാവശ്യം പോയിട്ട് പല ഗൈഡുകളും ഉണ്ടാക്കിയ ആളാണ്. ഞങ്ങൾ ഈ 2 പ്രഗത്ഭരായ ഗൈഡുകളുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ മരുഭൂമിയിലൂടെ അതേ തിളച്ചുമറിയുന്ന മണൽപ്പരപ്പുണ്ട്, മാനം മുട്ടുന്ന അമ്പരചുംബികളായ മലകളുണ്ട്. അതിന്റെ ഇടയിലൂടെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉലകത്തിന്റെ ഉടയവനിൽ തവക്കുലാക്കി കടന്നുപോയ 2 സഞ്ചാരികളുടെ ഓർമ്മകളിലൂടെ അതാരാണൊന്ന് സിദ്ദീഖാണ്, മറ്റൊന്ന് സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു വസല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ആ വഴിയിലൂടെ ഞങ്ങൾ കടന്നുപോയി. അതാ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പാറ ഇങ്ങനെ നിൽക്കുകയാണ്. അസ്സഖറത്തു തവീല, ഒരു നീണ്ട പാറ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ നിൽക്കാൻ ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ട് സീറത്ത് ഇബ്നു ഹിശാം എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു.
തുറന്നു നോക്കുമ്പോഴാണ് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും സഞ്ചരിച്ച് ക്ഷീണിച്ച് നട്ടുച്ചയായപ്പോൾ ഇനി എവിടെയാണ് എന്റെ നേതാവിന് തണൽ കൊള്ളാനെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് പാത്തി പോലെ നിൽക്കുന്ന ഒരു പാറ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നത്. അവിടെ പോയി ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്തു. ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല പഞ്ചാര മണ്ണവിടെയുണ്ട്. ആ പാറയിൽ ആരും പെയിന്റ് അടിച്ചിട്ടില്ല. കാലപ്പഴക്കമെന്നല്ലാതൊരു നിർമ്മാണവും നടന്നിട്ടില്ല. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട പാറയതാ അപ്പടി അവിടെ നിൽക്കുകയാണ്. കാറ്റടിച്ചപ്പോൾ മണൽ നീങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെ മണലിന് ഇളക്കം വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടനുഭവിച്ച സഖറത്തു തവീലയും ആ മണൽപ്പരപ്പിന്റെയും അടുക്കൽ അല്പനേരം ഞങ്ങൾ കഴിച്ചുകൂട്ടി. ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ നേതാവ് 1446 കൊല്ലം മുമ്പ് റബീഉൽ അവ്വൽ 4 പോയ സ്ഥലത്ത് ഈ റബീഉൽ അവ്വൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ, അതേ 4 ഒരു വിശ്വാസിക്ക് അവിടെ എത്തിച്ചേരാവുന്ന വിധം ചരിത്രം ശേഷിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും ഞങ്ങൾ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളോട് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, ഇതാ ഈ കാണുന്ന അടയാളം കണ്ടോ, ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മഹദിയായ ഉമ്മ മഅബദ് റളിയല്ലാഹു അൻഹയോട്, അഥവാ അവിടെ ഒരു ഗ്രാമീണയുണ്ടായിരുന്നു, ഒരു ഗ്രാമീണ കുടുംബം, അബൂ മഅബദിന്റെയും ഉമ്മ മഅബദിന്റെയും കുടുംബം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു ക്ഷീണിച്ചിട്ടുണ്ട്, ദാഹമുണ്ട്. കൂടെയുള്ള സിദ്ദീഖിനോട് ചോദിച്ചു റളിയല്ലാഹു അൻഹുവിനോട്, വല്ലതും കുടിക്കാൻ കിട്ടുമോ എന്ന്. അപ്പോൾ ഈ കുടിലിലേക്ക് ചെന്നിട്ട് കുടിലുള്ള പെണ്ണിനോട്, സ്ത്രീയോട് ചോദിച്ചു, അല്ല എന്തെങ്കിലും ഞങ്ങൾക്ക് പാനം ചെയ്യാനുണ്ടോ? അപ്പോഴവിടുന്ന് പറഞ്ഞു, ഇവിടെ ആടുകളുണ്ട്, പക്ഷേ കറക്കാനായിട്ടില്ല. കറവ പറ്റിയതോ കറവയാവാത്തതോ ആണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല എന്റെ കൂടെയുള്ള നേതാവിന് ആടിന്റെ അകിട്ടിലൊന്ന് കൈവെക്കാൻ സമ്മതിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത കരങ്ങൾ ആടിന്റെ അകിട്ടിലേക്ക് വെച്ചപ്പോഴേക്ക് പാത്രം നിറഞ്ഞു പാലായി. അവിടുന്ന് കുടിച്ചു, ആ വീട്ടുകാർക്ക് കൊടുത്തു. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. വൈകുന്നേരമായപ്പോൾ വീട്ടുകാരൻ വന്നു. വീട്ടുകാരിയോട് ചോദിച്ചു, ഈ പാലെവിടുന്ന്, ആരാണിവിടെ വന്നത്? ഉടനെ ആ സ്ത്രീ പറഞ്ഞ മറുപടി, ഇവിടെ ഒരാള് വന്നു. ആരാണെന്നറിയുമോ? അക്ഹലുൽ ഐനൈൻ അസജ്ജുൽ ഹാജിബൈൻ സഹലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വഇദാ സമത ഫഅലൈഹിൽ വഖാർ ഹുൽവുൽ മൻതിഖി ഇദാ ത്വലഅ തഖൂലു ഹാദൽ ബദറുൽ മുനീർ. ഒറ്റ ശ്വാസത്തിൽ ഒരു പരിചയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സ്ത്രീ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തിയത്. നിസാഉ മിൻ അസ്റിൻ നുബുവയിൽ അഹ്മദ് ഖലീൽ ജുമഅ ഈ ഉദ്ധരണി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതുപോലെ ഒറ്റയടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമാഇൽ പറയാൻ പുരുഷനായ ഒരു സ്വഹാബിക്ക് കഴിഞ്ഞിട്ടില്ല. ഉമ്മ മഅബദ് അങ്ങ് പറഞ്ഞു കേട്ടപ്പോൾ അക്ഹലുൽ ഐനൈൻ, സുർമയണിഞ്ഞതുപോലെയുള്ള കണ്ണുകൾ, അസജ്ജുൽ ഹാജിബൈൻ, കട്ടിരോമമുള്ള പുരികങ്ങൾ,
സഹലുൽ ഖദ്ദൈൻ, നല്ല മാർദ്ദവമുള്ള കവിൾത്തടം. ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ, സംസാരിക്കുമ്പോൾ ഒരു പ്രൗഢിയുണ്ട്. ഇദാ സമത ഫഅലൈഹിൽ വഖാർ, മൗനമായിരിക്കുമ്പോഴും വാചാലമാണ്. അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഇദാ ത്വലഅ, ഇങ്ങോട്ട് വരുമ്പോൾ തഖൂലു ഹാദൽ ബദറുൽ മുനീർ, ഇതൊരു പൂർണ്ണചന്ദ്രനാണെന്നായിരിക്കും നിങ്ങൾ പറയുക. ഇത്രയും കേട്ടപ്പോൾ അബൂ മഅബദ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ അതാ നബിയായിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം നടന്നു ആ വഴിയിലൂടെ അങ്ങ് മദീനയുടെ അടുത്ത്. ഇന്ന് എന്നാല് വാദി ഫറഅ് എന്നൊരു സ്ഥലമുണ്ട്. വാദി ഫറഇനെ കുറിച്ച് മാത്രം സ്വന്തമായി കിതാബുകളുണ്ട്. അവിടെ അരുവികളുണ്ട്. വാദി ഫറഇൽ ചെന്നപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയുണ്ട്. ജബൽ അഖ്മ എന്ന് പറയുന്ന ഒരു പർവ്വതം, ആപേക്ഷികമായി കുറെ പർവ്വതങ്ങളുടെ ഇടയിലുള്ള ഉയരം കുറഞ്ഞൊരു പർവ്വത. അതിന്റെ ഉച്ചിയിൽ അബവാ സൈനിക നീക്കത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈലൂലത്തുറങ്ങിയ ഒരു സ്ഥലമുണ്ട്. ഇന്നും ആളുകൾ അവിടെ പോയി അല്പനേരം കിടക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ അവിടെ വന്നപ്പോൾ കുപ്പായമഴിച്ചിട്ടായിരുന്നു കിടന്നിരുന്നത്. സാലിം ബിൻ അബ്ദില്ലാ പിൽക്കാലത്ത് വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. പിന്നീട് സാലിം ബിൻ അബ്ദില്ലാഹി വന്നു, ഉമർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി അവിടെ വന്നു. അപ്പോഴും അവിടുന്ന് കുപ്പായമഴിച്ചിട്ട് അവിടെ കിടന്നു. മസാജിദു സ്വല്ലാ ഫീഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിലുണ്ട്. ഇമാം സയ്യിദ് സുംഹൂദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാദി ഫറഇനെ കുറിച്ച് മാത്രമുള്ള ഗ്രന്ഥങ്ങളിലുണ്ട്. ഞങ്ങൾ ആ ജബൽ അഖ്മയുടെ മേലെ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖൈലൂലത്ത് കിടന്ന സ്ഥലത്ത് കിടക്കാൻ അർഹതയില്ല, ഇരിക്കാൻ യോഗ്യതയില്ല. പക്ഷേ നമുക്കെന്ത് ചെയ്യാനാവും? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലം. അവിടെ ഇരിക്കുമ്പോൾ പരിസരത്തുള്ള മുഴുവൻ മലകളും ഒരു കോട്ട പോലെ ഫീൽ ചെയ്യും. അപ്പോഴാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത്, ഇത്രയും ഒരു സ്ട്രാറ്റജിക് പോയിന്റ്, നയതന്ത്രപരമായ ഒരു സ്ഥലത്ത് എത്താൻ എങ്ങനെയായിരുന്നു അക്കാലത്ത് ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചത്. അവിടുന്ന് കുറച്ച് നടന്നു എന്നാൽ പിന്നീട് അബൂ മഅബദ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിച്ച താഴ്വര കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു ളുഹറും അസ്റും ആ മസ്ജിദുൽ ബുറൂദ്. ഇന്നവിടെ പള്ളിയില്ല, ഒരടയാളമേ ഉള്ളൂ. അവിടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബവാ സൈനിക നീക്കത്തിന്റെ സമയം, അഥവാ ഹിജ്റ 1 അല്ലെങ്കിൽ ഹിജ്റ 2 ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ളുഹറും അസ്റും നിസ്കരിച്ച സ്ഥലം. അറിയുമോ, ഇതുപോലെ ചരിത്രം കണ്ണടച്ചിട്ടില്ലാത്ത നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വഴി. അങ്ങനെ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 സുബഹിക്ക് മുമ്പ് മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോൾ ഞങ്ങൾ കിതാബുകൾ എടുത്തു നോക്കി, എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടത് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ സുബഹി നിസ്കരിച്ച സ്ഥലത്തൊരു പള്ളിയുണ്ട്. ഇന്ന് ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് അത് മനോഹരമായി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് സുബഹി നിസ്കരിച്ച് കഴിയുമ്പോൾ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത്? അതേ സനിയത്തുൽ വദാ, അതിനപ്പുറത്താണ്. അവിടെ വെച്ചുകൊണ്ടാണ് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ, മദീനത്തെ ബനാത്തു ബനി നജ്ജാർ പാട്ടുപാടി മാടി വിളിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് കൊണ്ടുപോയി ഇരുത്തിയതൊരു തോട്ടത്തിലാണ്. അത് ഖുബാ പള്ളിയുടെ ചാരത്താണ്. അവിടെ പല നിർമ്മാണങ്ങളും നടന്നെങ്കിലും അവിടെ ഇപ്പോഴും കുറച്ച് ഈത്തപ്പനകളുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഞങ്ങളൊന്നെത്തി നോക്കിയപ്പോഴേക്ക് 1446 കൊല്ലം മുമ്പ് എന്റെയും നിങ്ങളുടെയും എല്ലാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്ന ഒരു ഓർമ്മയാണ്. അപ്പോൾ മദീനയിലുള്ളവരെല്ലാം വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ,
അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം. എൻ്റെ വീട്ടിൽ നല്ല റിസപ്ഷൻ സൗകര്യമുണ്ട്, നല്ല കുളമുണ്ട്, വെള്ളമുള്ള കുളമുണ്ട്, കുളിക്കാൻ സൗകര്യമുണ്ട്, ആളുകൾ വന്നാൽ സ്വീകരിക്കാനുള്ള സ്ഥലമുണ്ട് നബിയേ. ഓരോരുത്തരും അവരുടെ വീട്ടിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖല്ലൂ സബീലഹാ, എന്റെ വാഹനത്തെ നിങ്ങൾ വിട്ടേക്കൂ. ഫഇന്നഹാ മഅമൂറ, ആ വാഹനത്തിനറിയാം എവിടെയാണ് നിർത്തേണ്ടത് എന്ന്. അങ്ങനെ ആ വാഹനം വന്ന് മുട്ടുകുത്തിയ സ്ഥലത്തു നിന്നുള്ള പള്ളിയാണ് മസ്ജിദ് ഖുബാ. ഖുബാ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ആ ഖുബാ പള്ളിയുടെ ഖുബ്ബയുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് മേലോട്ട് നോക്കൂ. അവിടെ 2 ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങളുടെ നേരെ താഴെ ഭൂമിയിലായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചു വന്ന ഒട്ടകം ഖസ്വാ മുട്ടുകുത്തിയത്, ഖസ്വാ എത്തിച്ചേർന്നത് അവിടെയാണ് എന്റെയും നിങ്ങളുടെയും പുണ്യ നബി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയത്. കുറച്ചു നാള് താമസിച്ചത് പിന്നീട് അതേ ഒട്ടകം മുട്ടുകുത്തിയ മറ്റൊരു പോയിന്റിലാണ് മസ്ജിദുൻ നബവി നിൽക്കുന്നത്. ചരിത്രം പറയാനുള്ള നേരമല്ല. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ ഒരു റബീഉൽ അവ്വലിൽ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്നേ ദിവസവും ഖസ്വാ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ ഖസ്വാ വെള്ളം കുടിച്ചില്ല, ഖസ്വാ ഭക്ഷണം കഴിച്ചില്ല. കരഞ്ഞു 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 മദീനയിൽ തന്നെ കിടന്ന് മദീനയിൽ വെച്ച് മരിച്ചുപോയി. ആ ഖസ്വാ എന്റെ ഒരു കുളമ്പായിരുന്നെങ്കിൽ നാളെ പരലോകത്ത് ഓടിച്ചെല്ലാൻ ഒരു ന്യായമുണ്ടായിരുന്നു. ആ മൃഗത്തിന്റെ ശരീരത്തിലെ ഒരു രോമമായിരുന്നെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമർന്നിരുന്നതിന്റെ മധുരമുണ്ടായിരുന്നു. ആ ഖസ്വാഇന്റെ നെറ്റിത്തടത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാടി രോമങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്. ആ ഖസ്വാഇന്റെ മുതുകിൽ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര തവണയാണ് ഇരുന്നത്, എത്ര വട്ടമാണ് യാത്ര ചെയ്തത്. ഖസ്വാഇന്റെ കാലുകളുടെ മൂല്യമുള്ള കാലുകളുണ്ടോ ഈ പ്രപഞ്ചത്തിൽ? പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തെ വഹിച്ച് അറബ് നാട്ടിലെ മാമലകളിലൂടെ, മലമടക്കിലൂടെ, മണൽപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ മഹാനിയോഗമല്ലേ ആ ഒട്ടകത്തിന് കിട്ടിയത്? അതിന്റെ കാലിലെ ഒരു രോമമായിരുന്നെങ്കിൽ, അതിന്റെ ഒരു കുളമ്പായിരുന്നെങ്കിൽ നാളെ സ്വർഗത്തിലെത്താൻ ഒരു വഴിയായിരുന്നല്ലോ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുകയാണ്. എന്റെ പൊന്നു പെങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വായിക്കുമോളെ. ഈ ലോകത്ത് ഒരു 50 60 കൊല്ലമല്ലേ നമ്മൾ ജീവിക്കൂ, അല്ലെങ്കിൽ ഒരു 100 കൊല്ലത്തിൽ താഴെയല്ലേ ജീവിക്കൂ. അതിൻ്റെ ഇടയിൽ രോഗമുണ്ട്, ക്ഷീണമുണ്ട്, എന്തെല്ലാം പ്രാരാബ്ദങ്ങളുണ്ട്. ഈ ഒരു 100 50 കൊല്ലത്തെ ഈ ഭൂമി ലോകത്തെ ജീവിതം നിനക്ക് അടിച്ച് പൊളിച്ച് തകർക്കാനുള്ളതല്ല. സ്വലാത്ത് ചൊല്ലി, ദിക്റ് ചൊല്ലി, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുമോളെ. എന്നാൽ നാളെ സ്വർഗത്തിലെത്തി ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലിവാഉൽ ഹംദ് എടുത്ത് നയിച്ചു കൊണ്ടുപോകുന്ന സ്വർഗത്തിലെത്തിയാൽ അവിടുത്തെ ജീവിതം 1 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 100 കൊല്ലമല്ല, 1000 കൊല്ലമല്ല, 10000 കൊല്ലമല്ല, ഖാലിദം മുഖല്ലദം ഫീഹാ അബദാ, അനന്തമായ ഒരു ജീവിതം
പറുദീസയിൽ വേണ്ടേ മോളെ? ചിലപ്പോ എന്റെ ചെറുപ്പക്കാര് വിചാരിക്കും, ഞങ്ങൾ മോഡല് പാൻസ് ഇട്ട് തെരുവിൽ കറങ്ങുമ്പോ, ഞങ്ങൾ ജാടയിൽ ചലിക്കുമ്പോ, ഞങ്ങൾ ഫ്രീക്കന്മാരായി, ഞങ്ങൾ ആൽഫ ബീറ്റ ജനറേഷനായി അങ്ങാടിയിൽ അവിരസുമ്പോൾ വെള്ളക്കുപ്പായമിട്ട് തലപ്പാവ് വെച്ച് അല്ലെങ്കിൽ മതചിഹ്നങ്ങളോടെ മതചിട്ടകളോടെ ജീവിക്കുന്നവരെ കുറിച്ച് ചെറുപ്പക്കാരാ നീ വിചാരിക്കും, ഇയാൾക്ക് ലോകം തിരിഞ്ഞില്ല, ഇയാൾക്കൊന്നും മനസ്സിലാവണില്ല, ഇവിടെ രസിക്കണ്ടേ, ഇവിടെ മതിക്കണ്ടേ, ഇവിടെ കളിക്കണ്ടേ, ഇവിടെ മെതിക്കണ്ടേ എന്ന്. മോനെ, ഈ ലോകത്തെ താൽക്കാലികമായ സുഖമല്ല മോനെ, അത് നാളെ അവസാനിക്കും. ഞങ്ങൾ കണ്ണുവെക്കുന്നത് നാളത്തെ ഒരു സ്വർഗമുണ്ട്, നാളത്തെ ഒരു നിയോഗമുണ്ട്, നാളെ ഒരു കാഴ്ചയുണ്ട്, നാളെ ഒരു കാഴ്ചയുണ്ട്, നാളെ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ഏതാണ് അറിയുമോ? എല്ലാമായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തെത്താനുള്ള ഒരു സഞ്ചാരമുണ്ട്. ആ സഞ്ചാരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അതേ പ്രാണപ്രേയസിയെ കാത്തിരിക്കുകയാണ്. പുതിയ നവീന ഭാഷയിൽ പറഞ്ഞാൽ, മോനെ നീ പൊയ്ക്കോ, എന്റെ കാമുകൻ എത്തിയിട്ടില്ല, മോളെ നീ പൊയ്ക്കോ, എന്റെ കാമുകി എത്തിയിട്ടില്ല, ഞാൻ കാത്തിരിക്കുന്നത് എവിടെയാണ്? വമാ ഹുബ്ബുദ്ദിയാരി ശഗഫന ഖൽബി, വമാ ഹുബ്ബുദ്ദിയാരി ശഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഞാൻ എൻ്റെ പുണ്യനബിയിലേക്കുള്ള വിലയത്തിന് കാത്തിരിക്കുകയാണ്. ഞാൻ മദീനയിലേക്കുള്ള തീർത്ഥാടകനാണ്, ഞാൻ മദീനയിലേക്കുള്ള സഞ്ചാരിയാണ്. ഞാൻ അങ്ങ് ത്വയ്ബയിലേക്ക് പോവുകയാണ്, ഞാൻ അങ്ങ് ത്വാബയിലേക്ക് പോവുകയാണ്. ഇല്ല ഇല്ല, ഇന്നെനിക്ക് വാഹനം കിട്ടിയില്ല, ഇന്നെനിക്ക് സഞ്ചരിക്കാനായില്ല. പ്രഭാതമേ, ഇന്നിൽ തിയാരി ഹസ്സബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫീഹൻ നബിയുൽ മുഹ്തറം. എനിക്കിന്നെത്താനാവാത്ത മദീനയിലേക്ക് ഇളം കാറ്റേ നീ തഴുകി തഴുകി അവിടെ എത്തി എൻ്റെ ഹബീബ് വിശ്രമിക്കുന്ന പച്ചക്കുബ്ബയെ തലോടി പോകുമ്പോ എൻ്റെ ഒരു സലാം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ സലാം ചൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് സ്വലാത്തു ചൊല്ലണം, സ്വലാത്തു ചൊല്ലണം, സ്വലാത്തു ചൊല്ലണം. അതൊരു കാമുകിക്ക് വേണ്ടിയുള്ള മൂളിപ്പാട്ടാണ്, അത് കാമുകന് വേണ്ടിയുള്ള പ്രണയഗീതമാണ്, അത് പ്രണയ തലസ്ഥാനത്തിലേക്കുള്ള ടിക്കറ്റാണ്, അത് സ്വർഗവസന്തത്തിലേക്കുള്ള പ്രവേശികയാണ്. അതേ, ആ സ്വലാത്തിന്റെ മജ്ലിസാണിത്. ഇത് മദീനയിൽ പതിയേണ്ട സദസ്സ്, ഇത് ത്വയ്ബയിലെത്തേണ്ട സംഗമം. എന്റെ സമയം, നിങ്ങളുടെ സമയം, ഇതെന്റെ ലോക ഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടിപ്പറയുന്ന സദസ്സാണ്. അല്ലാഹുവേ, ഞങ്ങളെ ആ മദീനയിലെത്തിച്ച് അവിടുത്തെ മധു അനുഭവിച്ച്, അവിടുത്തെ മധുരം രുചിച്ച്, അവിടുത്തെ സ്നേഹാശിസ്സുകളെ അണഞ്ഞുകൂട്ടി പിടിച്ച് ചുടുചുംബനം കൊടുക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. അല്ലാഹ് ഞങ്ങൾക്ക് സൗഭാഗ്യമേകണം. അല്ലാഹ് ഞങ്ങൾക്ക് ഭാഗ്യമേകണം. അല്ലാഹ്. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع
شكر علينا ما دعا لله أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير دار. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഏറെ നേരമായി കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വേദിയിലെത്തിക്കഴിഞ്ഞു. ഞാനിനി സംസാരിക്കുന്നത് ഉചിതമല്ല. എനിക്ക് പോകാനുള്ള ട്രെയിനിന്റെ ടൈമും ആയി. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ പറഞ്ഞാൽ തീരാത്ത പ്രമേയം ഇന്നും നമ്മളിൽ ജീവിക്കുകയാണ്. ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ ജീവിക്കുന്നു എന്ന് പറയാൻ ആത്മാവോടെ ജീവനോടെ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. അങ്ങനെ മദീനയിലെ ഓരോ മണൽത്തരിയോട് ചോദിക്കുമ്പോഴും ഓരോ മലമടക്കിലേക്ക് ചെല്ലുമ്പോഴും പരിശുദ്ധമായ ഉഹദ് പർവ്വതത്തിനെ നോക്കിയിട്ട് പാട്ടുപാടുന്ന ഒരാൾ ഇന്നും മദീനയിലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ അശ്ശൈഖ് മുഹമ്മദുൽ അർഫജ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിങ്ങനെ ഉഹദ് പർവ്വതം നോക്കിയിട്ട് പാട്ടുപാടും. എന്തേ മസ്ജിദുൻ നബവിയിലേക്ക് നോക്കിയിട്ട് പാട്ടുപാടാത്തത്? അതെ, ആ ഉഹദ് പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് കണ്ണടക്കാത്ത സാന്നിധ്യമാണ്. മസ്ജിദുൻ നബവിയിൽ പിന്നീട് നിർമ്മാണമുണ്ടായി, മാർബിൾ പൊതിഞ്ഞു, മേൽക്കൂരകൾ വന്നു, പെയിന്റുകൾ വന്നു. ഉഹദ് പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് കണ്ണടച്ചിട്ടില്ല. യുഹിബ്ബുനി വ ഉഹിബ്ബു, ഞാൻ ആ പർവ്വതത്തെ ഇഷ്ടം വെക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ശൈഖ് മുഹമ്മദ് മുത്തവല്ലി ശഅറാവി സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, താബിഈങ്ങളായ ചിലർ പരിശുദ്ധമായ ഉഹദ് പർവ്വതത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ഉഹദിനെ ഇഷ്ടപ്പെടുന്നു എന്ന്. അങ്ങനെയാണ് മുഹിബ്ബീങ്ങളുടെ ലോകം. നമ്മളുടെ സ്വലാത്തിന്റെ മജ്ലിസ് ആധികാരികമായി മദീനയിലേക്ക് ചേർത്തു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ ഇവിടെയുണ്ട്. ആയിരക്കണക്കിന് മജ്ലിസുകൾക്ക് സാരഥ്യം വഹിക്കുന്ന സയ്യിദ് അവറുകൾ നിരന്തരമായി ലക്ഷോപലക്ഷം സ്വലാത്തുകൾ മദീനയിലേക്ക് അയക്കുന്ന ബായാർ സ്വലാത്തിന്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തിന്റെയും ജാറത്തിങ്ങൾ സ്വലാത്തിന്റെയും അങ്ങനെ സ്ഥിരമായ സ്വലാത്തിന്റെ മജ്ലിസുകൾ, ഇതുപോലെ നിരന്തരമായി എത്തിച്ചേരുന്ന സ്വലാത്തിന്റെ മജ്ലിസുകൾ എല്ലായിടത്തു നിന്നും പരകോടി സ്വലാത്തുകൾ മദീനയിലേക്ക് എത്തുകയാണ്. അത് വിശ്വാസികളുടെ ആത്മാവാണ്. അത് മുഴുവനും സ്വീകരിക്കുന്ന ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞൊന്ന് ഇഷ്ടം വെച്ച് അവിടുത്തെ ഇഷ്ടം സ്വീകരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, ഞങ്ങളെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ യഥാർത്ഥത്തിൽ കൊല്ലം ഖാദിസിയയുടെ സമ്മേളനം ആരംഭിച്ചു. അതിന്റെ പ്രധാന സെഷനുകൾ 6, 7, 8 തീയതികളിൽ നടക്കുകയാണ്. ദൂരമാണെങ്കിലും സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ തെക്കൻ കേരളത്തിലെ സുന്നി മർക്കസ് എന്നറിയപ്പെടുന്ന മഹത്തായ സ്ഥാപനമാണ്. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട 5 ജില്ലകളിലായി 40-ലേറെ സംരംഭങ്ങൾ ഖാദിസിയയ്ക്കു കീഴിലുണ്ട്. 229 ജൗഹരിമാർ, 80 100 ഹാഫിളത്തുകൾ, ജൗഹരിയമാർ, ഹിഷാമികൾ, ഇവരെല്ലാം സനദും സർട്ടിഫിക്കറ്റും സ്വീകരിക്കുന്ന മഹത്തായ സമ്മേളനമാണ്. റഈസുൽ ഉലമാ ഉസ്താദും സുൽത്താനുൽ ഉലമാ ഉസ്താദും ഒക്കെ വരുന്ന ലോകപ്രസിദ്ധ പണ്ഡിതന്മാർ, വിദേശ പ്രതിനിധികൾ ഒക്കെ വരുന്ന, വിദേശത്തു നിന്നുള്ള അത്യുന്നത പണ്ഡിതന്മാരുടെ സാന്നിധ്യമുള്ള സമ്മേളനമാണ്. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. അവിടെയും
ആത്മീയ സദസ്സ് വെള്ളിയാഴ്ച വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാണ്. അവിടെയും നമുക്ക് സ്വലാത്തിന്റെ നേതൃത്വത്തിന് വരുന്നത് സയ്യിദ് ബായാർത്തങ്ങൾ അവറുകൾ. അല്ലാഹു തആല ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം സാധുക്കളായ ഞങ്ങൾ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തങ്ങളായ സേവനങ്ങൾ നടത്തുന്നുണ്ട്. 90ഓളം സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. 6000ഓളം കുടിവെള്ള പദ്ധതികൾ, ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നവും വസ്ത്രവും തണുപ്പുകാലത്ത് കമ്പിളിയും, ഇങ്ങനെ നടക്കുന്ന ബഹുമുഖ പദ്ധതികൾ. വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂരിൽ ഹിറ എഡ്യൂക്കേഷൻ സെന്റർ എന്ന സ്ഥാപനം ഏകദേശം 500-ലേറെ ബീഹാർ, ബംഗാൾ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സ്ഥാപന സമുച്ചയമാണ്. ഈ വരുന്ന റമദാനിലും 10,000-കണക്കിന് ആളുകൾക്ക് ഇഫ്താർ നൽകുന്ന പദ്ധതിയുണ്ട്. ഇതിനെല്ലാം നിങ്ങളുടെ സഹായങ്ങൾ, സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാകണം. ഈ വരുന്ന 12 മുതൽ 16 വരെ 5 സംരംഭങ്ങളുടെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ബംഗാൾ, ബീഹാർ പരിസരങ്ങളിൽ നടക്കുകയാണ്. സൗകര്യപ്പെടുന്നവരെ അതിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ജാമിഅ മുഈനിയ എന്ന പേരിൽ അജ്മീർ ഷരീഫിൽ നടക്കുന്ന മഹത്തായ സ്ഥാപനമുണ്ട്. 1000ഓളം മൊയ്നുകൾ, 3500ഓളം മൊയ്നുകൾ, ഹാറൂനികൾ, അങ്ങനെ വലിയൊരു സംരംഭമായി ഖാജാ തങ്ങളുടെ നാട്ടിൽ ദർഗയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ ഗഗുവാനയിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇഷ്ടിക ചാലഞ്ചും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എല്ലാവരും അതിനും പിന്തുണയ്ക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ ഇലൽ ഹബീബ് എന്ന സ്വലാത്തിന്റെ ഒരു ഏട് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി സ്വീകരിക്കാം. ദൈർഘ്യം കുറഞ്ഞ സ്വലാത്തിന്റെ വാചകങ്ങൾ സയ്യിദ് ബായാർത്തങ്ങൾ അവറുകൾ വർഷങ്ങൾക്ക് മുമ്പ് അനുഗ്രഹ വചനങ്ങൾ എഴുതി കൊടുത്ത ഈ സ്വലാത്തിന്റെ ഏട് 10,000-കണക്കിന് ആളുകളിലേക്ക് മൊഹിബ്ബീങ്ങൾ അടിച്ച് എത്തിച്ചിട്ടുണ്ട്. ഉറുദുവിലുള്ള കോപ്പിയുണ്ട്. വല്ല ബംഗാൾ, ബീഹാറുകളിലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ചൊല്ലാൻ കൊടുക്കാനുള്ള സൗകര്യത്തിനാണ്. ഇത് രണ്ടും നഗരിയിൽ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. ചൊല്ലാൻ ഉദ്ദേശമുള്ളവർ മാത്രം അത് സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും വേണം. അല്ലാഹു തആല നമ്മയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.